സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. കൂടുതൽ വിവരങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ഓണക്കാലമായതുകൊണ്ടാണോ സ്വർണ്ണവില ഇത്രയും കൂടാൻ, അതോ അന്തർദേശീയ തലത്തിലുണ്ടായ പ്രശ്നങ്ങളാണോ? വെരി ഗുഡ് മോർണിംഗ് SKN. അത് രാജ്യാന്തര വിഷയങ്ങൾ തന്നെയാണ് അതിന് കാരണമായിട്ട് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയാം എന്നെ പൊന്നടാകുകയെന്ന് പറയുന്ന പോലാണ് ഈ സ്വർണ്ണത്തിൻ്റെ ഒരു പോക്ക്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ സ്വർണ്ണം കയറി പോകുന്നത്. ഇനി നമുക്ക് ഈ സ്വർണ്ണവില ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ദിവസം ഒരു സർവകാല റെക്കോർഡ് ഇട്ടു. അത് 680 രൂപ ഒറ്റയടിക്ക് പവന് കൂടി 77,640 ആയിരുന്നു. ഇന്നിപ്പോൾ 160 രൂപ കൂടിയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ 77,800 രൂപ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു പവൻ്റെ വില 77,800 രൂപയാണ്. ഈ 77,800 രൂപയ്ക്കൊപ്പം 10% പണിക്കൂലി നമ്മൾ ഉദ്ദേശിക്കുക, അതുപോലെ ഒരു 3% GSTയും ചേർന്ന് കഴിയുമ്പോൾ ഒരു പവൻ്റെ ഒരു മാലയോ വളയോ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ 88,000 രൂപയിൽ കൂടുതൽ കൊടുക്കണം. ഒരു സാധാരണക്കാരൻ ഓണക്കാലത്ത് 1-2 ഗ്രാം സ്വർണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാരണക്കാരനായിരിക്കുന്നത് ഒന്ന് ട്രംപും 2 US ഫെഡറൽ റിസർവുമാണ്. സെപ്റ്റംബറിൽ US ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്ക് കുറയ്ക്കും എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ പലിശ കുറയുമ്പോൾ ബാങ്കിലൊക്കെ നിക്ഷേപിക്കാൻ ആൾക്കാർ തയ്യാറാകില്ല. പകരം സ്വർണം സാധാരണ ഒരു സുരക്ഷിതമായ നിക്ഷേപമാണല്ലോ, അതുകൊണ്ട് സ്വർണം വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ ശ്രമിക്കും. അങ്ങനെ ആഗോളതലത്തിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ സ്വർണത്തിൻ്റെ വില കൂടും. ഇനി രാജ്യാന്തര തലത്തിൽ $3,500 സ്വർണത്തിന് ഔൺസിന് വില. ഇത് $4,000 കൂടും 2026 പകുതി ആകുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വർണ്ണവില പവൻ 75,000 കടക്കുമ്പോൾ 75,000 കടക്കുമ്പോൾ എന്ന് ചോദിച്ചു. അത് കടന്ന് 77,000 കടന്നിരിക്കുന്നു, 78,000. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എന്നാണ് സ്വർണ്ണവില 1,00,000 കടക്കുന്നത്? അധികം താമസിയാതെ ഒരു പവൻ സ്വർണത്തിന് 1,00,000 എന്ന നിലയിലേക്ക് നമ്മൾ പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരനായ ഒരു വ്യക്തി സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ, നമുക്കറിയാം നമ്മുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട്, നമ്മളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട്, നമ്മളുടെ വിവാഹങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വർഷങ്ങളായിട്ട് തന്നെ നമ്മളെ സ്വർണ്ണ പർച്ചേസ് നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആഭരണം വാങ്ങാനും സ്വർണം വാങ്ങി സൂക്ഷിക്കാനും ഒക്കെ ഒരു തടസ്സമാകുന്നു. അതേസമയം സ്വർണ്ണത്തെ ഒരു നിക്ഷേപമായി കണ്ടിരുന്നവർക്ക് നല്ല കാലമാണ് താനും. നമ്മൾ ഈ കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം വരുമ്പോഴേക്ക് ഒരൊറ്റ പവന് കൂടിയിരിക്കുന്നത് 4,600 രൂപയാണ്. ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ 25,000 മുതൽ 30,000 രൂപ വരെ ഒരു പവൻ സ്വർണ്ണത്തിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഈ വാങ്ങിക്കുന്നവർക്കത് ഒരു വിനയാണെങ്കിൽ പോലും സ്വർണം ഒരു നിക്ഷേപമായി കണ്ടിട്ടുള്ളവർക്ക് നല്ല കാലമാണ്. പക്ഷേ ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് സ്വർണത്തിന്റെ പോക്ക്. ഇനി ഈ ട്രംപിന്റെ തീരുവ നയങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയാണ്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ പിടിവിട്ട് സ്വർണം അങ്ങ് പോവുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.